ഈ സമ്മേളനത്തിൽ ഒരു ഭാഗത്ത് നമ്മൾ ഉയർന്നു കേട്ട ഒരു ഡിബേറ്റ് എന്ന് പറയുന്നത് ഐഡിയോളജിക്കൽ ക്ലാരിറ്റി, കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് ഐഡിയോളജിക്കൽ ക്ലാരിറ്റി വേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നാഷണലിസം ആണെങ്കിലും സെക്യുലറിസം ആണെങ്കിലും ബി ജെ പി ഇവിടെ കൊണ്ടുവരുന്ന ഒരു നാഷണലിസം അല്ല കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. കോൺഗ്രസ് ഈ രാജ്യത്തിൻ്റെ ആത്മാവിലുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് ഡിബേറ്റ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. ഈ ഒരു സമ്മേളനം കൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർക്ക് അത്തരത്തിലൊരു ക്ലാരിറ്റി ഒന്നുകൂടി വ്യക്തമാകും എന്ന് തോന്നുന്നുണ്ടോ? അത് ഈ സമ്മേളനം കൊണ്ട് വ്യക്തമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് വ്യക്തത വേണമെങ്കിൽ കോൺഗ്രസ് ലീഡർഷിപ്പിന് അതിൽ വ്യക്തത വേണം, അവരുടെ ഐഡിയോളജിയെ സംബന്ധിച്ച്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഒരു പരിധി വരെ അതിനകത്തൊരു ക്ലിയർ സ്റ്റാൻഡ് എടുത്ത് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനം ഈ AICC അംഗീകരിച്ച പ്രമേയത്തിൽ നമുക്ക് കാണാം. അപ്പോൾ ജാതി സെൻസസ് കോൺഗ്രസ് ഒരു ക്ലിയർ സ്റ്റാൻഡ് എടുക്കുന്നു, അത് വേണം എന്നുള്ളൊരു സ്റ്റാൻഡ് എടുക്കുന്നു. അതുപോലെ നാഷണലിസം, എന്താണ് കോൺഗ്രസിൻ്റെ കാഴ്ചപ്പാടുള്ള നാഷണലിസം എന്നുള്ളത് വിശദീകരിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും കോൺഗ്രസ് ആ പ്രമേയത്തിൽ പറയുന്നുണ്ട്. അത് പറയുമ്പോൾ തന്നെ വേറെ ചില കാര്യങ്ങൾ കോൺട്രഡിക്ഷൻസും ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മണ്ഡൽ കമ്മീഷൻ, ഞങ്ങൾ 1993 ഞങ്ങളുടെ സർക്കാരാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയത്, അതുവഴി ഞങ്ങളാണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് നീതി ഉറപ്പാക്കാൻ ശ്രമിച്ചത് എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ഈ ജാതി സെൻസസ് വേണം എന്ന് ആവശ്യപ്പെടുന്നതിൻ്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്നൊരു പരിപാടിയാണ് അവിടെ ചെയ്യുക. കാരണം ഏത് സാഹചര്യത്തിലാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കപ്പെട്ടത്, റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം എത്ര കാലം കോൺഗ്രസ് അധികാരത്തിലിരുന്നു, ആ കാലത്ത് എന്തുകൊണ്ടാണ് ഇത് പൂഴ്ത്തിവെച്ചത് എന്ന് എല്ലാ മനുഷ്യർക്കും അറിയാം. അത്യാവശ്യം രാഷ്ട്രീയം വായിക്കുന്ന എല്ലാ മനുഷ്യർക്കും അറിയാം. അപ്പോൾ ഇത് അഡ്മിറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ ജാതി സെൻസസിനെ കുറിച്ച് സംസാരിക്കാൻ കോൺഗ്രസ്. അപ്പോൾ ഈ പറയുന്നൊരു പ്രശ്നം അവിടെയുണ്ട്. അതുപോലെ വനിതാ സംവരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങൾ 1993 പഞ്ചായത്തുകളിൽ 33% വനിതാ സംവരണം നടപ്പാക്കി എന്ന് അവകാശപ്പെടുകയും ഇപ്പോഴത്തെ സർക്കാരിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ പിന്നീട് വന്ന കോൺഗ്രസ് സർക്കാരുകൾ എന്തുകൊണ്ടാണ് ലോക്സഭയിലും നിയമസഭയിലും 33% സംവരണം നടപ്പാക്കാത്തതെന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ വരും. ഇങ്ങനെ പല പ്രശ്നങ്ങളും അതിനകത്തുണ്ട്. അതുപോലെ ഇപ്പോൾ കർഷകർ ആവശ്യപ്പെടുന്ന മിനിമം സപ്പോർട്ട് പ്രൈസ് അത് നിയമപ്രകാരം ഉറപ്പാക്കണം എന്ന് ഉറപ്പാക്കണം എന്നാണ് കോൺഗ്രസിൻ്റെ നിലപാട് എന്ന് പറയുമ്പോൾ നിങ്ങൾ അധികാരത്തിലിരുന്നപ്പോൾ എന്ത് ചെയ്തു എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ഡെഫിനറ്റ്ലി വരും. ഈ ഒരു കോൺട്രഡിക്ഷൻ കോൺഗ്രസ് ഫേസ് ചെയ്യേണ്ടി വരും. ഇതിനെ ക്ലിയർ ആക്കി കൊടുത്താൽ മാത്രമേ പ്രവർത്തകർക്ക് ഐഡിയോളജിക്കൽ ക്ലാരിറ്റിയും ആശയവ്യക്തതയും ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ക്ലിയർ ആക്കുന്ന വിധത്തിൽ വേണം ഇതിൻ്റെ പ്രമേയം തയ്യാറാക്കാനും അത് പ്രവർത്തകരിലേക്ക്. അതില്ലെങ്കിൽ ഈ പ്രശ്നമൊക്കെ അവിടെ നിലനിൽക്കും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ബാബറി മസ്ജിദ് പൊളിച്ചടത്ത് ക്ഷേത്രം നിർമ്മിക്കാൻ തീരുമാനിക്കുമ്പോൾ അത് രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഉതകുന്നതാണ് എന്ന് കോൺഗ്രസ്സിലെ ഒരു വിഭാഗം നേതാക്കൾ ഒരു മടിയുമില്ലാതെ പ്രഖ്യാപിക്കുമ്പോൾ ഈ പാർട്ടിക്ക് എന്താണ് ഈ കാര്യത്തിലുള്ള സ്റ്റാൻഡ് എന്ന് പാർട്ടിയുടെ പ്രവർത്തകർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. സ്വാഭാവികമാണ്. അതിലൊരു വ്യക്തത വരുത്തണ്ടേ. ഇനി അങ്ങോട്ട് പോകുമ്പോഴും ഇതിലൊക്കെ വ്യക്തത ആവശ്യം വരും. അതിനിപ്പോൾ ഗ്യാൻവാബി മസ്ജിദിൻ്റെ കാര്യത്തിലൊരു തർക്കം ഉണ്ടാകുമ്പോൾ എന്താണ് നിങ്ങളുടെ നിലപാട് എന്ന് വെച്ചാൽ ഒറ്റ വാക്കിൽ അവർക്ക് പറയാൻ പറ്റണം. ഞങ്ങളുടെ നിലപാട് അവിടെ പള്ളിയാണ്, ആ പള്ളി അവകാശവാദം ഉന്നയിക്കാൻ ഇവർക്ക് അവകാശമില്ല എന്നുള്ളതാണ്, ഹിന്ദുത്വവാദികൾക്ക് അവകാശമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ സ്റ്റാൻഡ് എന്ന് ഒരു സംശയത്തിന് ഇട നൽകാതെ പറയാൻ പാർട്ടിയിൽ താഴെ മുതൽ മുകളിൽ വരെയുള്ള നേതാക്കന്മാർക്ക് കഴിയണം. അത് കഴിയാതെ വരുമ്പോഴാണ് ഈ പ്രശ്നം. അതുപോലെ എത്ര കാര്യങ്ങളിൽ ഇത്ര ക്ലാരിറ്റിയോടുകൂടെ പറയാൻ കോൺഗ്രസ്സുകാർക്ക് കഴിയും? അങ്ങനെ ക്ലാരിറ്റി കൊടുക്കാൻ കോൺഗ്രസ്സിന് സാധിച്ചിട്ടുണ്ടോ? ആ ഒരു ഐഡിയോളജിക്കൽ ക്ലാരിറ്റി ഉണ്ടോ? ഈ ക്വസ്റ്റ്യനാണ് ആ വേദിയിൽ കോൺഗ്രസ്സുകാർ തന്നെ ഉന്നയിച്ചത്. ഞാൻ പറഞ്ഞത് അതിന് ക്ലാരിറ്റി വരുത്തേണ്ടത് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പാണ്. പക്ഷേ ഈ ലീഡർഷിപ്പിന് അത്രത്തോളം ക്ലാരിറ്റി വരുത്താൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്.